ഇതുപോലൊരു പ്രാണീനെ നിങ്ങളുടെ ഓർക്കിഡ് പ്ലാന്റ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വന്നിരിക്കുന്നത് നമ്മുടെ ഓർക്കിഡിൽ വരുന്ന മൊട്ടുകളൊക്കെ തന്നെ തിന്ന് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയതായിട്ട് വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മൊട്ടുകളുടെ ഭാഗം, അതുപോലെ തന്നെ നമ്മൾ പുതിയ ഇലകൾ വരുമല്ലോ അതൊക്കെ തന്നെ ഈ ഒരു പ്രാണി തിന്ന് നശിപ്പിക്കും. പ്രത്യേകിച്ചും ഈ മഴ പെയ്ത് ഓർക്കിഡ് പ്ലാന്റ്സിൽ മൊട്ടുണ്ടായി തുടങ്ങുന്ന സമയത്ത് മാത്രം ഇതിൽ കാണുന്നൊരു ഒരു പ്രാണിയാണിത്. ഒരു വണ്ട് പോലൊരു കുറച്ച് വലുത്, തീരെ ചെറുതല്ല. അത് ഭയങ്കര സ്പീഡിൽ പറന്ന് നടക്കുന്ന ഒരു ടൈപ്പ് സംഭവമാണ്. അതുകൊണ്ട് നമുക്കതിനെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെന്തെങ്കിലും തട്ടി മാറ്റാൻ പോയി കഴിഞ്ഞാൽ അത് പറന്നു പോകും, ഭയങ്കര ഉയരത്തേക്ക് പറന്നു പോകും, പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രാണിയെ കാണും. ഞാനിപ്പോൾ ഇത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ വെറുതെ വെള്ളം സ്പ്രേ ചെയ്തു. അപ്പോൾ അതിങ്ങനെ നനയുമ്പോൾ അതിന് പെട്ടെന്ന് പറക്കാൻ പറ്റാണ്ട് അത് താഴെ വീഴുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും അതിനെ നശിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതിനൊക്കെ അല്ലാതെ അങ്ങനെ കൊന്നുകളയുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഞാൻ പലതും ഇങ്ങനെ നോക്കി. നമുക്ക് എന്താ പറയുക, വിനാഗിരി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയെങ്കിലും നമുക്കതിനെ ഒന്നും അത് ചാവുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹാർപ്പിക്കും അതുപോലെ തന്നെ അതിൽ കുറച്ച് അപ്പക്കാരം അതും കൂടെ ചേർത്തിട്ട്, നമ്മളിത് പെസ്റ്റിസൈഡായിട്ടൊക്കെ സാധാരണ പ്ലാന്റിൽ ഒഴിച്ചു കൊടുക്കുന്നതായതുകൊണ്ട് അതിൽ പ്ലാന്റിന് കേടൊന്നും വരില്ല എന്നുള്ള രീതിയിലാണ് ഞാനത് ചെയ്തത്. എന്തായാലും ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ല. അതൊന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്തപ്പോൾ കണ്ട അതങ്ങോട്ട് താഴേക്ക് വീണു. അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ ഈ ഒരു പെസ്റ്റിസൈഡ് സക്സസ് ആയിട്ടുണ്ട്. ഞാൻ അതിനെ പിടിച്ചിട്ട് ഇനി വീണ്ടും നോക്കണം. അത് കറക്റ്റ് എന്തായാലും നമ്മൾ ചെയ്ത വശം അത് വീണിട്ടുണ്ട്. വളരെ കുറച്ച് ഹാർപ്പിക്കും അതിൽ കുറച്ച് അപ്പക്കാരം, നമ്മൾ അപ്പത്തിലൊക്കെ ഇടാൻ യൂസ് ചെയ്യുന്ന ആ ഒരു കാരത്തിൻ്റെ ഒരു പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് പെസ്റ്റിസൈഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഞാൻ മുൻപും ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് കൊണ്ടുവന്നിട്ട് നമ്മളതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ സംഭവം ചത്തുപോയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കിട്ടിയതിനൊക്കെ ഇവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് മഴ പോയി, പ്രത്യേകിച്ച് ഈ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് നിൽക്കുമ്പോഴല്ല, മഴ പോയിട്ടൊരു വെയിൽ വരുമ്പോൾ നിങ്ങളുടെ ഓർക്കിഡ് പ്ലാന്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രാണിയെ കാണുകയാണെങ്കിൽ അതിനെ എത്രയും വേഗം നശിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റിലെ പൂക്കളൊന്നും തന്നെ വിരിയില്ല.